നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു അത്യാവശ്യ ഘട്ടത്തിന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൈമാറാൻ വേണ്ടി പല ആളുകൾക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ മറ്റൊരാൾക്ക് കൈമാറുക എന്നത്. അതിലെന്തെങ്കിലും രഹസ്യങ്ങളുണ്ട് എന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ്. ഈ സ്വകാര്യതയിലേക്ക് മറ്റൊരാൾ കൈകടത്തുക എന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ്. ചില ആളുകളോട് നമുക്ക് തുറന്നു പറയാം, നിനക്ക് മൊബൈൽ തരില്ല കേട്ടോ എന്ന്. പക്ഷെ ചില ആളുകളോട് നമുക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കൊടുക്കാനും വയ്യ, കൊടുക്കാതിരിക്കാനും വയ്യ എന്ന സാഹചര്യത്തിലായിരിക്കും പലരും ഉണ്ടാകുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതായത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്ത രൂപത്തിൽ, ഡിസ്പ്ലേ ഓപ്പൺ ആണ് പക്ഷേ വർക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. വോളിയം കൺട്രോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ഷേക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വാൾപേപ്പർ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻസർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. അത് ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കും. അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. ആദ്യത്തേത് മൊബൈൽ ഷേക്ക് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. നമ്മൾ ഷേക്ക് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷേക്ക് ചെയ്തുകൊണ്ട് ലോക്ക് തുറക്കാം. രണ്ടാമത്തേത് പ്രോക്സിമിറ്റി, അതായത് സെൻസർ ഉപയോഗിച്ചിട്ട്, സെൻസർ ഇങ്ങനെ മറച്ച് പിടിച്ചു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ സ്ക്രീന് ലോക്കാകും. അതുപോലെ തന്നെ സെൻസർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ലോക്ക് തുറക്കാനും സാധിക്കും. ഇനി മൂന്നാമത്തത് ഇവിടെ കാണുന്നത് അപ്സൈഡ് ഡൗൺ, അതായത് നമുക്കിങ്ങനെ സ്ക്രീൻ ഇങ്ങോട്ട് ഡൗൺ ചെയ്തിട്ടും അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്തിട്ടും നമുക്ക് ലോക്ക് ചെയ്യാനും ലോക്ക് തുറക്കാനും സാധിക്കും. അടുത്തത് ഹാർഡ് കീസ്, വോളിയം ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനും ലോക്ക് തുറക്കാനും സാധിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമുക്ക് ക്യാമറ കീ കൊണ്ട് അൺലോക്ക് ചെയ്യുന്ന ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് കീ അൺലോക്കിംഗ് എന്ന് വേറെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ചില മൊബൈലിലൊക്കെ വർക്ക് ചെയ്യും, ചില മൊബൈലിൽ വർക്ക് ചെയ്യില്ല. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ ലോക്ക് ഡിസൈൻ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ ഷേക്ക് എന്ന ഈ ഒരു ഓപ്ഷനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഷേക്ക് ലോക്കിംഗ് എന്ന ഭാഗം എനബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഷേക്ക് അൺലോക്കിംഗ് എന്ന ഭാഗം എനബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഷേക്ക് സെൻസിറ്റിവിറ്റി, അത് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല, ഇത് രണ്ടും ഓണിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ടാബിൽ കുറച്ചിങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് ഡിസൈൻ എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എംപ്റ്റി ആയിട്ടാണ് ഉള്ളത്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇവർ തന്നെ നൽകുന്ന കുറച്ച് വാൾപേപ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതൊന്നും വേണ്ട, നമ്മുടേതായിട്ട് തന്നെ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് ആദ്യം നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഏതാണ് നിങ്ങൾക്ക് വാൾപേപ്പർ വേണ്ടത്? ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഇനി നേരെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നേരത്തെ കാണിച്ച ആ ഒരു കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഗാലറി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വാൾപേപ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും. അവിടെ ലോങ് പ്രസ് ചെയ്യാനാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ ഇത് സെലക്റ്റഡ് ആവും. കണ്ടോ, ഇത് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനും സാധിക്കും. ആവശ്യത്തിന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ആ ഒരു എംപ്റ്റി കോളത്തിൽ നമ്മുടെ വാൾപേപ്പർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇപ്പോൾ ഡിസ്പ്ലേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് മൊബൈൽ കൊടുത്താൽ മതി. ഓക്കെ, ഇതാ ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യില്ല. കണ്ടോ, എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇനി വർക്കാകുകയില്ല. കാരണം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച വാൾപേപ്പർ ഇവിടെ ഡിസ്പ്ലേയിൽ ആഡ് ആയിരിക്കുകയാണ്. ഇനി മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ലോക്ക് തുറന്നു കഴിഞ്ഞാലും ഇത് വർക്കാകുകയില്ല. കണ്ടോ, ആ പഴയതുപോലെ തന്നെയാണുള്ളത്. ടച്ച് ഒന്നും വർക്കാകുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഷേക്ക് ചെയ്താൽ മാത്രം മതി, ഇത് കൃത്യമായിട്ട് വർക്കാവും.
ഇനി നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കൂ, കൃത്യമായിട്ട് വർക്കാകും. ഓക്കെ, ഇനി അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ലോക്ക് ആകും. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഷേക്ക് ചെയ്താൽ മാത്രം മതി, ഈസി ആയിട്ട് നമുക്കിത് ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.